ഹാലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാവിൻ്റെ ദൂത് എന്ന ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരുമിച്ച് പറഞ്ഞ ഹാലേലൂയ. ഇന്ന് നമ്മളൊരു സ്വർഗസ്നാപിതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി കാഴ്ചവെക്കുന്നത് ഈ വേറിട്ട് നിൽക്കുന്ന എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ ദൈവിക കാര്യങ്ങളോടൊക്കെ നമ്മൾ പറയുമ്പോൾ അതിനെയൊക്കെ മറുതലിക്കുക. അതിന് അങ്ങനെയൊന്നുമില്ല. പള്ളിയിൽ പോണ കാര്യം പറയാം, അതിനൊക്കെ നിങ്ങൾ പോയാൽ മതി, എന്നെക്കുറിച്ച് ചിന്തിക്കേണ്ട. അങ്ങനെ ഈ എന്ത് കാര്യം പറഞ്ഞാലും മറുതലിച്ച് എടുക്കുന്ന സ്വഭാവമുള്ള ഒരുപാട് പേരുണ്ടല്ലേ. അവരൊന്നും അംഗീകരിക്കില്ല, വചനം പറയുകയാണ് വേറെ രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ മറുതലിച്ച് എപ്പോഴും ഇങ്ങനെ മറുതലിക്കുന്ന സ്വഭാവമുള്ള മക്കളെയൊക്കെ നമുക്കൊന്ന് കർത്താവിൻ്റെ കരുണയിലേക്ക് സമർപ്പിച്ച് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം അല്ലേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ഹാലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം സുഭാഷിതങ്ങളുടെ പുസ്തകം 18-ാം അധ്യായം 1-ാം തിരുവചനം. വചനം ഇപ്രകാരം പറയുന്നു: വേറിട്ട് നിൽക്കുന്നവൻ എല്ലാ നല്ല തീരുമാനങ്ങളോടും മറുതലിച്ച് നിൽക്കാൻ പഴുതു നോക്കുന്നു. ഹാലേലൂയ. വചനം പറയാണ്, വേറിട്ട് നിൽക്കുന്നവൻ എല്ലാ നല്ല തീരുമാനങ്ങളോടും മറുതലിച്ച് നിൽക്കാൻ പഴുതു നോക്കും. നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും അതൊന്നും അംഗീകരിക്കത്തില്ല അല്ലേ. ഇപ്പോൾ ദൈവിക കാര്യങ്ങൾ പറഞ്ഞാലും മാനുഷികമായ കാര്യങ്ങൾ പറഞ്ഞാലും നമ്മുടെ വീട്ടിലെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാലും അപ്പോൾ അതിനൊക്കെ എതിർത്ത് സംസാരിക്കുകയും മത്സര ബുദ്ധിയോടുകൂടി മറുതലിച്ച സ്വഭാവം അല്ലേ. വചനം പറയണത് മറുതലിക്കുന്നത് വളരെ മന്ത്രവാദം പോലത്തെ പാപമാണെന്നാണ് പറയണം, മത്സര ബുദ്ധി എന്നാണ് ഇതിനൊക്കെ പറയണം. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള സ്വഭാവമുള്ളവരെല്ലാവരും ഈ നിമിഷം കർത്താവിൻ്റെ കരുണയിലേക്ക് സമർപ്പിച്ച് അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ ടോക്ക് കേൾക്കുമ്പോൾ അതുപോലെ എന്തെങ്കിലും തരത്തിൽ ഇങ്ങനെ എടുത്തു ചാടി സംസാരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഈ സുവിശേഷ വചനം അല്ലെങ്കിൽ ഈ ടോക്ക് അവർക്ക് അയച്ചു കൊടുത്ത് ഇത് വെച്ച് പ്രാർത്ഥിക്കാൻ പറയണം കേട്ടോ. കർത്താവിൻ്റെ വലിയ കരുണ അവരുടെ എല്ലാവരിലും നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.